ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന ആ നിർണായക ദിനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഏപ്രിൽ 9 നടന്ന വോട്ടെടുപ്പിന് ശേഷം നാളെ രാവിലെ 8 മണിയോടെ 140 മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ ആരംഭിക്കും. 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് സജ്ജമായിട്ടുള്ളത്. 15,465 ഉദ്യോഗസ്ഥരാണ് എണ്ണാൻ ഉണ്ടാവുക. രാവിലെ 8 മുതൽ വോട്ടെണ്ണൽ കഴിയും വരെ ഇടവേളയില്ല. 7 മണിക്ക് സ്ഥാനാർത്ഥികളുടെയോ പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ നിരീക്ഷകരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും സാക്ഷിയാക്കി വീഡിയോ റെക്കോർഡിംഗ് നടത്തി സ്ട്രോങ് റൂം തുറക്കും. ആദ്യം എണ്ണുക പോസ്റ്റൽ ബാലറ്റുകളാണ്. ഉച്ചയോടെ സംസ്ഥാനത്ത് ആര് ഭരണം ഉറപ്പിക്കുമെന്ന കാര്യത്തിൽ ചിത്രം വ്യക്തമാകും. വൈകുന്നേരത്തോടെ മുഴുവൻ മണ്ഡലങ്ങളുടെയും ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഉണ്ടാകും. ചരിത്രത്തിലാദ്യമായി LDF 3ാം തവണയും തുടർഭരണം നേടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭരണവിരുദ്ധ വികാരമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. LDFനെ വെല്ലുവിളിച്ച് UDFനായി മത്സരിച്ചവർ തോൽക്കുമെന്നും MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. തങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പറഞ്ഞ കാരണങ്ങൾ തന്നെയാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. മലപ്പുറം കണ്ണമംഗലം പഞ്ചായത്തിൽ 2 പേർക്ക് ജപ്പാൻ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 60ഉം 70ഉം വയസ്സുള്ള 2 സ്ത്രീകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരാൾക്ക് സുഖം പ്രാപിച്ചതായി റിപ്പോർട്ടുണ്ട്. ഒരാൾ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. കൊതുകിന്റെ പ്രജനന കേന്ദ്രങ്ങൾ നശിപ്പിക്കാനും വാക്സിനേഷൻ വ്യാപിക്കാനും ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ കോഴിക്കോട് പന്തക്കയം വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ഒളവണ്ണ സ്വദേശി ഷബീലാണ് മരിച്ചത്. കോഴിക്കോട് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 2 സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഷബീർ കോടഞ്ചേരിക്കടുത്തുള്ള പതങ്കയത്തെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ജയിക്കണമെന്നാണ് ആഗ്രഹവും പ്രതീക്ഷയുമെന്ന് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തനിക്ക് തന്റേതായ കാരണങ്ങളുണ്ട്, സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്, അതിൽ ആരും പരിഭവം കാണണ്ട. LDF ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ പരസ്യമായി സംസാരിച്ചതിനും ചട്ടലംഘനങ്ങൾ തുടരുന്നതിനും N പ്രശാന്ത് IASന് വീണ്ടും സസ്പെൻഷൻ. സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിനാണ് പുതിയ നടപടി. ഇന്നലെ രാത്രിയോടെയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത്. കഴിഞ്ഞ 1.5 വർഷമായി വിവിധ അച്ചടക്ക ലംഘനങ്ങളുടെ പേരിൽ സസ്പെൻഷനിലാണ് പ്രശാന്ത്. ഊട്ടിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ കണ്ണൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ ലോറിയുമായി കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. കണ്ണൂർ സ്വദേശികളായ മുനീറ, 3.5 വയസ്സുകാരൻ മോഹി സിദാൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 5 പേർ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിൽ കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴ ശക്തമാകുന്നു. ഇന്നും നാളെയും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് പ്രവചനം. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും നാളെ ഇടുക്കി, പാലക്കാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് CEO അധാർ പുനവാലയുടെ സഹകരണത്തോടെ ഏറ്റെടുക്കാനുള്ള കരാർ ഒപ്പിട്ടെന്ന് സ്റ്റീൽ വ്യവസായി ലക്ഷ്മി N മിത്താൽ. 15,600 കോടി രൂപയ്ക്കാണ് ഏറ്റെടുക്കൽ. നിലവിലെ ഉടമസ്ഥരായ മനോജ് ബദാലയിൽ നിന്നാണ് രാജസ്ഥാൻ റോയൽസിനെ ഏറ്റെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ പുറത്തു വരാനിരിക്കെ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ തങ്ങളുടെ MLA-മാരെ സംരക്ഷിക്കുന്നതിനായി നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം റിസോർട്ട് ബുക്ക് ചെയ്തു. മഹാബലിപുരത്തിനടുത്തുള്ള പുഞ്ചേരിയിലെ സ്വകാര്യ റിസോർട്ടിലാണ് ഇതിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചാലുടൻ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ പയ്യന്നൂരിലെ പാർട്ടി ആസ്ഥാനത്ത് എത്തണമെന്ന് വിജയ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.